ഗൈസ്, വേടൻ ഇന്നത്തെ ന്യൂസും സോഷ്യൽ മീഡിയ ഒക്കെ വേടൻ തൂക്കിയിരിക്കുകയാണ്. ആറാട്ടണ്ണൻ്റെ അവസ്ഥ ഞാനിപ്പോൾ ആലോചിച്ച് നോക്കുന്നത്. ആറാട്ടണ്ണൻ ഇപ്പോൾ ജയിലിൽ കിടന്ന് വിചാരിക്കുന്നുണ്ടാവും, ഇതെന്താ ഞാൻ വനിതാ വിനീതയിലാണോ വന്നതെന്നുള്ളത്. നോക്കുമ്പോൾ ചുറ്റും സിനിമാക്കാരും സെലിബ്രിറ്റീസും. ഓക്കെ ഫൈൻ, അതവിടെ വിട്. അപ്പം വേടൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ന്യൂസുകൾ നിങ്ങൾക്കറിയാം. വേടൻ്റെ ഫ്ലാറ്റിൽ നിന്നും വസ്തുക്കൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഓക്കെ, കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം മുതൽ വരുന്ന കുറച്ച് സംഗതികൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേടൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, വേടൻ്റെ അറിവോട് കൂടിയിട്ടാണോ, വേടൻ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു, അങ്ങനത്തെയൊക്കെ കൺഫ്യൂഷൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ക്ലിയർ ആയിരിക്കുകയാണ്. വേടൻ ഉപയോഗിച്ചു എന്നുള്ള കാര്യം വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ കോമ്പിങ്ങിന് വന്ന ഓഫീസർ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടോ. ഈ ഹിരൺ എന്ന് പറയുന്ന അപ്പോൾ ആളും ആളുടെ സഹപ്രവർത്തകരും ഇവിടെ ഷോയ്ക്കും മറ്റും വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൂടുന്ന സ്ഥലമാണ്. അയാൾ ഇവിടെ ഇരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചായിട്ട്, അതായത് ഗഞ്ചാവ് ഉപയോഗിച്ചായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഒരു 6 ഗ്രാം ഗഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടെ അവരുടെ മൊബൈൽ ഫോണും ഒരു 9.5 ലക്ഷത്തോളം രൂപയും എടുത്തിട്ടുണ്ട്. അതവിടെ പ്രോഗ്രാം കിട്ടി എന്നാണ് പറയുന്നത്. വേടനെ ഇപ്പോൾ ഹിൽ പാലസ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. 9 പേരാണ് വേടനൊപ്പം ഉണ്ടായിരുന്നത്. 9 പേരാണ് ഈ മുറിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വേടൻ ഉൾപ്പെടെ 9 പേരായിരുന്നു ഈ മുറിയിൽ ഉണ്ടായിരുന്നത്. ഈ പോലീസ് സംഘം എത്തുമ്പോൾ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അടുത്തതായി നടക്കാൻ പോകുന്ന ഷെഡ്യൂൾഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളുടെ ചർച്ചകൾ നടക്കുകയായിരുന്നു. ഈ ചർച്ചകൾ നടത്താൻ വേണ്ടി എത്തിയ സുഹൃത്തുക്കൾ രാവിലെയാണ് ഇത്തരത്തിലൊരു പരിശോധന തൃപ്പൂണിത്തുറ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ഫ്ളാറ്റിലെത്തിയപ്പോൾ പോലീസിനെ കാണാൻ കഴിഞ്ഞിരുന്നത് കഞ്ചാവുമായിട്ട് റാപ്പർ വേടനും മറ്റ് 8 പേരും അവിടെ ഇരിക്കുന്നതാണ്. അങ്ങനെ അവരെ ഇപ്പോൾ കൈയോടുകൂടി പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. അവരെ അല്പസമയത്തിനകം തന്നെ, അതായത് റാപ്പർ വേടൻ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റാപ്പർ വേടൻ അടക്കം 9 പേരാണ് കസ്റ്റഡിയിൽ ആയിരിക്കുന്നത്. അവർ അവിടെ ഒരു പരിപാടിയുടെ ഡിസ്കഷന് വേണ്ടിയാണ് എത്തിയിരിക്കുന്നതെന്നുള്ള സുപ്രധാനമായിട്ടുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നത്. ആ 9 പേരും അവിടെ ഒരു പരിപാടി ഡിസ്കഷൻ എന്ന് പറഞ്ഞാണ് കൂടിയിരുന്നത്. അതിനുശേഷമാണ് കഞ്ചാവ് ഉപയോഗത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് കഞ്ചാവ് ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നത്. 5 ഗ്രാം കഞ്ചാവാണ് അവിടെ ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് എത്തിച്ചേരുന്നത്. 5 ഗ്രാം കഞ്ചാവ് ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലേക്ക് വേടനെ എത്തിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് റാപ്പർ വേടൻ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. സുജിയ, എസ് ശരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് നടത്തിയ പരിശോധനയിലാണ്. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ എസ് ശരണും അലി അക്ബർ ഷായും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഫോട്ടോ ഞാനിവിടെ ഇങ്ങനെ സൈഡിൽ വെക്കുന്നുണ്ട്, എന്തൊക്കെ വസ്തുക്കൾ കിട്ടിയെന്നുള്ളത്. കുറേ മൊബൈൽ ഫോണും ഒരു കീസിൽ 9 ലക്ഷത്തിൽ കൂടുതൽ പൈസ കിട്ടിയിട്ടുണ്ട്. അത് പ്രോഗ്രാമിൻ്റെ കാര്യത്തിനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം എന്താണെങ്കിലും വേടൻ എന്ന് പറയുമ്പോൾ സെൻസേഷനാണ്. ഇപ്പോൾ വേടൻ ഈസ് ലൈക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറിൽ ഒരു 5 ആളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വേടനുണ്ട്. ഓക്കെ, ടു ബി ഹോണസ്റ്റ്, ലാലേട്ടനും മമ്മൂക്കിയും ഇത്രത്തോളം ആളെ വിളിച്ചു കൂട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ആളെ വേടൻ വിളിച്ചു കൂട്ടും. ഓക്കെ, ആ യങ് ക്രൗഡിനെ, ജെൻസി ക്രൗഡിനെ വേടൻ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റീസെൻ്റ്ലി വേടൻ്റെ എല്ലാ പ്രോഗ്രാംസിലും ലഹരിയുടെ ഉപയോഗത്തിനെ കുറിച്ചും, നിങ്ങൾ കുട്ടികളെ ഉപയോഗിക്കരുത്, ഞങ്ങൾ ചേട്ടനെ പോലെ പറയുകയാണ്, അത് ചെകുത്താനാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വേടൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് ആളുകളുടെ മനസ്സിലേക്ക് കലാഭവൻ മണിയുടെ കൈൻഡ് ഓഫ് വൈബാണ് വേടൻ ഇപ്പം കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. റീസെൻ്റ്ലി ഒരു കുട്ടിയെ സ്റ്റേജിലേക്ക് മറ്റേ വീൽ ചെയറിൽ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈക്ക് ഒരു കൈൻഡ് ഓഫ് ഓറ ഉണ്ട് വേടന്. ഓക്കെ, ആൻഡ് വേടൻ പറയുന്ന രാഷ്ട്രീയം ഇറ്റ്സ് എ വെരി സ്ട്രോങ് രാഷ്ട്രീയം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെ വേടൻ്റെ ക്രിയേറ്റീവ് സൈഡായിട്ട് അവിടെ നമുക്ക് വയ്ക്കാം. പക്ഷേ ആസ് എ പേഴ്സൺ നിങ്ങൾ ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ റെസ്പോൺസിബിലിറ്റി വേണം. ഓക്കെ, സൊസൈറ്റിയോട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് വാക്കുകളിൽ മാത്രമല്ല, നിങ്ങളുടെ പ്രവൃത്തികളിലും കൂടി അത് വരണം. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ അത് വരണം. ദാറ്റ്സ് മൈ സ്റ്റാൻഡ്. മനസ്സിലായോ? അതിനോട് ഇനി എത്ര ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും ലഹരി എന്നൊരു ആസ്പെക്റ്റ് എനിക്ക് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ദാറ്റ്സ് മീ. അപ്പോൾ ഞാൻ അതിനെതിരെ സംസാരിക്കും. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ ഈ കാര്യത്തിൽ സംസാരിക്കാൻ 100% യോഗ്യനാണ്. ബിക്കോസ് എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ ഒരു ലഹരിയും ടച്ച് ചെയ്തിട്ടില്ല.
ഡേ നൈറ്റ് നിങ്ങൾക്ക് ഏത് ടൈം വേണമെങ്കിൽ ചൂസ് ചെയ്യാം. കം ടു മലപ്പുറം, ഹാവ് എ ബ്ലഡ് ടെസ്റ്റ്, എന്നെ വെച്ചോ, നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ബിക്കോസ് ഐ എം സീറോ ലൈഫിൽ. ഇനി അങ്ങോട്ടും ഇനി പറഞ്ഞ സാധനങ്ങളായിട്ട് ഒരു ബന്ധവും വയ്ക്കാൻ താല്പര്യമില്ല. തൊട്ട് നോക്കാമല്ലോ, ചിലർ പറയുമല്ലോ നമുക്ക് യൂസ് ചെയ്ത് ടേസ്റ്റ് നോക്കാം, അല്ലെങ്കിൽ അതെന്താണെന്നുള്ളത് നോക്കാം. എനിക്ക് അതിന് പോലും താല്പര്യമില്ല. ഫൈൻ. സോ അതുകൊണ്ട് അത്രയും ധൈര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആളുകളെ പിടിച്ചു എന്നും അല്ലെങ്കിൽ ഇങ്ങനത്തെ ന്യൂസുകൾ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഐ മേക്ക് കോണ്ടന്റ്. ബിക്കോസ് എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അത്രത്തോളം ക്ലീനാണ് ഈ കാര്യത്തിലൊക്കെ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും വേടൻ്റെ ഫ്ലാറ്റിൽ വന്ന ആളുകൾ പണി കൊടുത്തോ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് പണി കൊടുത്തതാണോ ട്രാപ്പാണോ എന്ന് ചോദിച്ച സമയത്ത് കുറേ പേര് യെസ് ഇറ്റ്സ് എ ട്രാപ്പ് എന്ന് പറഞ്ഞു. അത് പറയാനുണ്ടായ റീസൺ കുറച്ച് പേരോടൊക്കെ ഞാൻ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത്, റീസൺലി നമ്മുടെ എമ്പുരാനൊക്കെ ഇറങ്ങിയ സമയത്ത് ഇവിടെ രാഷ്ട്രീയം പറഞ്ഞാലും അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ പറഞ്ഞാലും ED വീട്ടിൽ വരും മക്കളെ എന്നുള്ള രീതിയിലുള്ളൊരു പൊളിറ്റിക്കൽ സാധനമൊക്കെ വേടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് വേടന് ഇവരുടെ ട്രാപ്പ് വെച്ച് പിടിച്ചാന്നുള്ള സ്കീമിൽ പലരും ഈ സംഗതി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വേടൻ ഹിംസെൽഫ് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആ സ്കീം മാറി. ഓക്കെ, ഇനിയിപ്പോൾ അത് പറയാൻ പറ്റില്ല, കാരണം അയാൾ തന്നെ ഉപയോഗിച്ചു എന്നുള്ളത് അയാൾ കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട്. വേടൻ റിലേറ്റഡ് ആയിട്ട് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ പെട്ടെന്നോ വന്ന അല്ലെങ്കിൽ അങ്ങനെയല്ല. ഓക്കെ, എനിക്കങ്ങനെ തോന്നുന്നില്ല. ബിക്കോസ് വേടന് പ്രീവിയസ് ഇങ്ങനത്തെ ലഹരിയുമായിട്ടുള്ള ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൽ വേടനെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് അന്നത്ര സീരിയസ് ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടായില്ല. വേടൻ്റെ ബാക്കി കുറേ സീരിയസ് അലിഗേഷൻസ് ആയിരുന്നു വന്നത്. 2022 ഓഗസ്റ്റ് 2 വന്ന മറുനാടനിൽ വന്നൊരു ന്യൂസാണ് നിങ്ങൾ കേൾക്കണം. വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന മലയാളം റാപ്പിലൂടെ ശ്രദ്ധേയനായ തൃശൂർ മുളങ്കുന്നത്ത് കാവ് സ്വദേശി വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടി. വാഹന പരിശോധനയ്ക്കിടയിലാണ് ഹിരൺദാസ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്നും 11 ഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത്. NDPS ആക്ട് പ്രകാരം കേസെടുത്തു. സംഭവത്തെപ്പറ്റി എക്സൈസ് പറയുന്നത് ഇങ്ങനെയാണ്. ഹിരൺദാസും 3 സുഹൃത്തുക്കളും മൂന്നാറിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്നു. വഴിയിൽ സാധാരണ പോലെ പരിശോധനകൾ നടത്തുന്നതിനിടയിലാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ പരിശോധിച്ചത്. കാറിലുണ്ടായിരുന്നവരെ വിശദമായി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഹിരൺദാസിന്റെ വേഷപ്രകൃതം കണ്ട് സംശയം തോന്നി വിശദമായി പരിശോധിച്ചപ്പോൾ അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി. കഞ്ചാവ് കണ്ടെത്തിയതോടെ മൂന്നാറിൽ നിന്നും തമിഴ്നാട് സ്വദേശികളുടെ പക്കൽ നിന്നും വാങ്ങിയതാണെന്ന് സമ്മതിച്ചു. 500 രൂപയുടെ 2 പൊതികളാണ് വാങ്ങിയതെന്ന് സമ്മതിച്ചു. ഇതേ തുടർന്ന് ഹിരൺദാസിനെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം കഞ്ചാവ് കുറഞ്ഞ അളവായതിനാൽ കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന്റെ ജാമ്യത്തിൽ വിട്ടയച്ചു. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ P. ഷൈബുവിന്റെ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർ KS അസീസ്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ VR സുധീർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KN സിജുമോൻ, അനൂപ് തോമസ്, R. മണികണ്ഠൻ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടയിൽ ഹിരൺദാസ് താൻ ആരാണെന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞില്ല. അതിനാൽ ഇയാളെ ഉദ്യോഗസ്ഥർക്ക് തിരിച്ചറിയാനും കഴിഞ്ഞില്ല. ജാമ്യം ലഭിച്ചു പോകാൻ നേരം പാട്ടുകൾ എഴുതി പാടാറുള്ളയാളാണെന്ന് പറഞ്ഞു. പിന്നീട് ഇയാളെ അറസ്റ്റ് ചെയ്ത വിവരം ഫോട്ടോ ഉൾപ്പെടെ എക്സൈസിന്റെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോഴാണ് ഇയാളെ മറ്റുദ്യോഗസ്ഥർ തിരിച്ചറിയുന്നത്. ഓക്കെ, അപ്പോൾ കുതന്ത്രമന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ. അപ്പം അങ്ങനത്തെ സ്കീമിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, വേടന് ഇതിനു മുമ്പ് ഈ സംഗതി ഉണ്ടായിട്ടുണ്ട്. ലഹരിയുടെ ഉപയോഗത്തിൽ വേടനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം വേടൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്, വേടൻ റീസെൻ്റ്ലി വേടൻ്റെ പ്രോഗ്രാംസിൽ ഈ പറഞ്ഞ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കണേ മക്കളെ, ഞാനൊരു ചേട്ടൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ കൂടി ഞാൻ വെക്കാം. ബിക്കോസ് ഇതിനെ തുടർന്നിട്ടാണ് നമ്മുടെ പിഷാരടി ഷെർവാണിയിൽ വന്നിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ വീടിൻ്റെ മുകളിൽ കഞ്ചാവ് നനയ്ക്കുന്ന സാധനമുള്ള ട്രോള് സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. മക്കളെ മനസ്സിലാവണ്ട, നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണ്ട മക്കളെ. സിന്തറ്റിക് ഡ്രഗ് 10 പേരടിച്ച് 2 പേര് ചത്തുപോകും. അത് ചെകുത്താനാണ്, അവനൊഴിവാക്കുക ദയവ് ചെയ്ത് പ്ലീസ്. നമ്മുടെ അമ്മയപ്പനൊക്കെ കിടന്ന കാര്യമാണ്. ഞാൻ എല്ലാ ദിവസം എത്ര അമ്മയപ്പനാണ് അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് കാല് പിടിക്കുന്നത്. മക്കളെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. സിന്തറ്റിക് ഡ്രഗ് 10 പേരടിച്ച് കഴിഞ്ഞാൽ 2 പേര് ചത്തുപോകും പ്ലീസ്. അപ്പോ
എനിക്കിത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ ചേട്ടനാണല്ലോ. നമ്മുടെ അയൽവാസിനെ സ്നേഹിച്ച്, നമ്മുടെ അപ്പനെ അമ്മേനെ സ്നേഹിച്ച്, എടാ മക്കളെ ഒരുത്തിന് തോന്നണ അപ്പനെ കൊല്ലാന്നൊക്കെ മനസ്സിലാവുന്നില്ല. ഇതൊക്കെ നടക്കുന്നത് ബേസിക്കലി സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ്. ഇത് കേൾക്കുമ്പോ വിഷമിക്കില്ല. ഇത് ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള, ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യമാണ്. സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിനെ തിന്നോണ്ടിരിക്കുന്നതാണ് മക്കള്. പ്ലീസ് ഗവൺമെന്റ് ഇപ്പൊ ഇത് വേണമെന്ന് പറയുമ്പോഴേ മൈരെ ഇത് വേണമെന്ന് ഇത് പറയുമ്പോഴേ സ്റ്റേജ് കയറി നീ കള്ളു കുടിച്ചിട്ടല്ലടാ വേണമെന്നൊക്കെ സ്റ്റേജ് കയറി പറയണേ. മനസ്സിലായോ? പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ഒരു ജനറേഷനെ ഫുള്ള് നശിപ്പിച്ചുകൊണ്ടിരിക്കണ മക്കളെ നമ്മൾ കാണല്ലേ. എന്റെ അനിയന്മാരൊക്കെ ഇതിനകത്തില്ലേ? എനിക്ക് എത്ര കൊച്ചു അനിയന്മാരുണ്ടെന്നറിയാം. അമ്മമാരൊക്കെ ഇതിനകത്താണെന്നേ. ദയവ് ചെയ്ത് മക്കളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്പനെയൊക്കെ അമ്മേനെയും മര്യാദയ്ക്ക് നോക്കി നല്ല ഫാമിലിയൊക്കെ റൺ ചെയ്ത് സുഖമായിട്ട് ജീവിക്കാം. ഇല്ലെങ്കിൽ മൂഞ്ചി തെറ്റിരിക്കുള്ളൂ. ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് ഇത് കേൾക്കുമ്പോ വിഷമിക്കില്ല. ഇത് ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള, ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യമാണ്. സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിനെ തിന്നോണ്ടിരിക്കണാണ് മക്കള്. പ്ലീസ് ഗവൺമെന്റ് ഇത് വേണമെന്ന് ഇത് പറയുമ്പോഴേ മൈരെ ഇത് വേണമെന്ന് ഇത് പറയുമ്പോഴേ സ്റ്റേജ് കയറി നീ കള്ളു കുടിച്ചിട്ടല്ലടാ വേണമെന്നൊക്കെ സ്റ്റേജ് കയറി പറയണേന്ന് പറയും നിങ്ങള്. മനസ്സിലായ? പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ഒരു ജനറേഷനെ ഫുള്ള്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും വേടൻ ഇനി കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം, ടെസ്റ്റുകൾ നടത്തണം. ജാമ്യം കിട്ടുമായിരിക്കും, കാരണം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ല, അത് ജാമ്യം കിട്ടും. ബട്ട് സ്റ്റിൽ കുറേ കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഓക്കെ, ആരിൽ നിന്ന് വാങ്ങി, എവിടെ നിന്ന് കൊണ്ടുവന്നു, ഹൂ ഇസ് ദ സോഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതിൻ്റെ വിൽപ്പന നടത്താറുണ്ടോ? പിന്നെ വേടൻ റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന ഷോസിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ മുകളിലൊരു ഓഡിറ്റ് വരും. ഈവൻ സർക്കാർ വരെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്നത് സർക്കാരിൻ്റെ ഷോ ആണ്. ഇനിയുള്ള സർക്കാർ ഷോയിൽ നിന്ന് വേടനെ ഒഴിവാക്കി എന്നും പറയുന്നുണ്ട്. ബിക്കോസ് സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടികളുടെ ഭാഗമായിരുന്നു വേടൻ. ഓക്കെ, എന്താണെങ്കിലും അതൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ വേടനാണ് പടച്ചമ്പരാനാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും യോജിക്കാൻ പറ്റില്ല. ഫൈൻ, അത് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ടുള്ള സ്റ്റാൻഡാണ്. ഇനി വേറൊരു സ്റ്റാൻഡ് കൂടി ഇരിക്കുന്നുണ്ട്. വേടൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഇപ്പോൾ ഈ കേസിൽ പിടിച്ചു. ഓക്കെ, പക്ഷെ അയാൾ പറയുന്ന ആശയങ്ങൾ, അയാൾ പറയുന്ന രാഷ്ട്രീയം, ഓക്കെ, നിറത്തിൻ്റെ രാഷ്ട്രീയം, ഇവിടെ നടക്കുന്ന ഇപ്പോഴത്തെ കറൻറ്റ് പൊളിറ്റിക്കൽ സിനാരിയോ, ജാതിയുടെ മതത്തിൻ്റെ രാഷ്ട്രീയം, ദാറ്റ്സ് എ ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ അയാളുടെ ആസ് എ പേഴ്സൺ അയാളുടെ പേഴ്സണൽ ലൈഫിൽ ചെയ്യുന്ന പരിപാടികൾ ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും യോജിപ്പില്ല, അതൊന്നും എൻഡോസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇപ്പോഴും കമൻറ്റ് ബോക്സിലൊക്കെ നിങ്ങൾക്ക് പോയി നോക്കിയാൽ മതി. അയാളുടെ നിറം നോക്കി, അയാളുടെ രൂപം നോക്കി, അയാൾ പറയുന്ന പൊളിറ്റിക്കൽ വ്യൂവിന് എതിരായിട്ട് ഒരുപാട് പേര്, എസ്പെഷ്യലി സംഘപരിവാർ ബെൽറ്റ്, കുറേ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളൊക്കെ അയാളെ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്നുണ്ട്. അതിനോടൊന്നും ഒരു യോജിപ്പില്ലടേ. ഓക്കെ, ഇപ്പോൾ പലരും പറയുന്ന പോലെ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാം, നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ എന്നൊക്കെ പലരെ കുറിച്ചും പറയുന്നുണ്ടല്ലോ. സോ ഇങ്ങനത്തെ ഒരു കേസിൽ പെട്ടു, അയാളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അയാൾക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉപേക്ഷിക്കട്ടെ. ഇല്ല, ഉപേക്ഷിക്കാതെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരനെ കൈവിടും, നാട്ടുകാരെന്നെ ചവിട്ടി താഴും, വേറെ കാര്യം. പക്ഷേ അയാളുടെ നിറം നോക്കിയും അയാൾ പറയുന്ന രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള തിങ്കിങ് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടന്നാക്രമിക്കേണ്ടത് അത് പറഞ്ഞിട്ടല്ല. നിങ്ങൾ അയാളെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അയാൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടും സ്റ്റേജിൽ അതിൻ്റെ മറ്റേത് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. പിന്നെ ചില ആളുകളൊക്കെ ഇപ്പം എന്നോട് പറയുന്നുണ്ട് അയാൾ സംസാരിച്ചത് സിന്തറ്റിക്കിനെ കുറിച്ചിട്ടാണ്, അയാൾ ഉപയോഗിക്കുന്നത് നാച്ചുറലാണ്. ബ്ലഡി ഫൂൾസ്, സിന്തറ്റിക് ആയാലെന്താ നാച്ചുറൽ ആയാലെന്താ? ഈ സാധനമൊക്കെ നല്ലതാ? ഇതൊക്കെ ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ്. മൈത്രേനെ പോലുള്ളവർ ഇത് ലീഗലൈസ് ചെയ്യണം, മറ്റേ ചെയ്യണം. ഞാൻ പറയുമ്പോൾ കള്ളും സിഗരറ്റും എല്ലാം അവിടെ ബാൻ ചെയ്യണം. അതിന് കിട്ടേണ്ട പൈസ കൊണ്ട് നാട് മുന്നോട്ട് പോകണ്ട. ഓക്കെ, ഇഫ് യു ബിലീവ് ഇൻ കർമ്മ, ആ കർമ്മയ്ക്കാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ നാട് റൺ ചെയ്യുന്ന ടാക്സ് ഒരു മേജർ ഇൻകം എവിടുന്നാണ് വരുന്നത്? ഈ പറഞ്ഞ മദ്യത്തിൽ തുടങ്ങിയ കുടുംബത്തിൻ്റെയും സിഗരറ്റ് മരിച്ച ആൾക്കാരും അവരുടെ ലൈഫും അവരുടെ ഇത് അതിൻ്റെ മുകളിൽ തന്നെ ഒരു മേജർ സാധനം അതിനല്ലേ വരുന്നത്. അതിൻ്റെ കർമ്മ നമ്മളൊക്കെ അത് അനുഭവിക്കേണ്ട ഒരവസ്ഥയാണ്. മേക്ക് ഇറ്റ് ക്ലീൻ, ഞാനതാ പറയുന്നത്. അല്ലാതെ ഇപ്പം ഞാൻ ഇതെൻ്റെ പേഴ്സണൽ വ്യൂ ആണ് കേട്ടോ. എനിക്കിതിനോടൊന്നും പേഴ്സണലി താല്പര്യമില്ല, ഉപയോഗിക്കാനും താല്പര്യമില്ല. ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ആളുകൾ നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടാം. അല്ലാത്ത പക്ഷം അവരും താല്പര്യമില്ല.
പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യമാണ് ഇതൊക്കെ ഉപയോഗിക്കണോ വേണ്ടതല്ല. സർക്കാർ തന്നെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നുണ്ട്, അത് വേറെ സ്കീം ഒരു സൈഡിൽ പോകുന്നുണ്ട്. സർക്കാരും നിരോധിച്ച് ചെയ്യാനും പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ എന്ത് ന്യായം പറഞ്ഞിട്ട് നോ ന്യൂസ്. ഓക്കെ, അപ്പം എന്താണെങ്കിലും വേടനായിരിക്കും ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇനി കംപ്ലീറ്റ്ലി ന്യൂസിലുള്ളത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വേടൻ മാത്രമല്ല, ഇന്ന് വേറെ ആളുകളെ വിളിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലൊരു ലേഡി ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. ദാറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. 2-3 ആൾക്കാർ ഇന്ന് ചോദ്യം ചെയ്യലിൽ ഹാജരായിട്ടുണ്ടല്ലോ, അതെവിടെയോ മുങ്ങിപ്പോകുന്നുണ്ടോ? വേടൻ വന്നപ്പോൾ അത് മുങ്ങിപ്പോയോ?